നിങ്ങൾ നെഞ്ചിലേറ്റിയ കുഞ്ഞുപെങ്ങളുടെ സ്നേഹവീട്. വെല്ലിക്കയും കുഞ്ഞിക്കയും കുഞ്ഞുപെങ്ങളും അനിയന്മാരും കുറുമ്പുകൾ കൊണ്ട് സ്നേഹം വിളമ്പുന്ന സ്നേഹവീട്. സ്നേഹവീട്ടിൽ കുഞ്ഞനിയൻ ഹാപ്പിയിലാണ്. പക്ഷേ വെല്ലിക്കയ്ക്ക് സങ്കടങ്ങൾ ഒരുപാടുണ്ട്. ജന്മം നൽകിയ കുഞ്ഞുവാവയും പ്രിയ പത്നിയുടെയും വേർപാടിന്റെ ദുരന്തം ഇന്നും ഈ കുടുംബത്തിന് സങ്കടമാണ്. സ്നേഹവീട്ടിലെ ഇപ്പോഴത്തെ വിഷയങ്ങൾ നിസാമിൻ്റെ കല്യാണക്കാര്യമാണ്. ഏത് കല്യാണത്തിനും തടസ്സം നിൽക്കുന്ന നിസാമിൻ്റെ മനസ്സ് കുഞ്ഞനിയന് മാത്രമേ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. തെൻസിന്റെ കയ്യും കാലൊക്കെ ആകെ വറക്കുന്നതാണ്. ഇക്കാക്ക പ്രശ്നമുണ്ടാക്കും. ഇക്ക പേടിക്കണ്ട, ഇക്കാര്യത്തിൽ ഇക്കാന്റെ കൂടെ ഞാനുണ്ട്. വല്ലിക എന്തായാലും മേറോനെ സ്വീകരിക്കും. പേടിച്ചാലോ? ഇല്ലേ നമ്മുടെ കൂടെ? ആരൊക്കെയത്? മനസ്സിലായില്ല. വല്ലിക്ക, ഇത് നിസാം ഖാന്റെ കുട്ടിയും ഇത് വൈഫും. കുട്ടിയോ? 4 വർഷം മുമ്പുള്ള പ്രണയാണിക്ക. ഓള് നഷ്ടപ്പെടുന്നു വിചാരിച്ച ഞാനോടും പറയാതെ കല്യാണം കഴിച്ചു. ഈ തറവാടിനൊരു അന്തസ്സും അഭിമാനമുണ്ട്. അത് കളയാൻ തൽക്കാലം ഞാൻ സമ്മതിക്കില്ല. മരിച്ചുപോയ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ ആത്മാവൊക്കെ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ. ഈ വീട്ടിലെങ്ങനെ എനിക്ക് കാല് കുത്തിയാ കടക്കടാ, ഇറങ്ങിപ്പോൻ. നമ്മുടെ ഉമ്മാനെ കിട്ടിയത് നമ്മുടെ ഉമ്മ ഒരു എത്തിയമായ പെണ്ണായതുകൊണ്ട്. എന്റെ കെട്ടിയോളും ഒരു എത്തിയമായ പെണ്ണ. വല്ലിക്ക, ജിഫ്ര നല്ലോണം പാട്ട് പാടൂട്ടാ. എന്നാ വല്ലിക്കാക്ക് വേണ്ടി മോനൊരു പാട്ട് പാടി. ഞാൻ പാടും. മംഗലപന്തലിലാകെ കുട്ടിപ്പാട്ടും കൊട്ടുതാളം, മംഗളുപ്പണ പാടി കെസ് പാട്ടിൻ സ്വരമേളം. പന്തലിലാകെ മുട്ടിപ്പാട്ടും കൊട്ടുതാളം, മംഗളൊപ്പന പാടി കെസ് പാട്ടിൻ സ്വരമേളം. മംഗലപ്പന്തലിലാകെ മുട്ടിപ്പാട്ടും കൊട്ടുതാളം, മംഗളൊപ്പന പാടി കെസ് പാട്ടിൻ സ്വരമേളം. മാറന്റെ ചേലൊന്ന് നോക്ക്, നല്ല ബദർ മുനീറ്. ചേലത്ത പെണ്ണിനെ കണ്ടോ, ഇവൾ ഹുസ്നുൽ ജമാല്. മൊഞ്ചത്ത് പൈങ്കിളിയേ, നിന്റെ മുത്തായ മാരനോടൊത്തിരിക്കിന്നാരം ചൊല്ലിടും നേരം വന്നേ. സുന്ദരി പെൺകൊടിയേ, ഏറെ മോഹിച്ച പൂവള്ളി മാരൻ വന്നെത്തുന്ന മംഗല്യ നാളിതല്ലേ. മംഗലപന്തലിലാകെ മുട്ടിപ്പാട്ടും കൊട്ടുതാളം, മംഗളുപ്പന പാടി കെസ് പാട്ടിൻ സ്വരമേളം. മംഗലപന്തലിലാകെ മുട്ടിപ്പാട്ടും കൊട്ടുതാളം, മംഗളും
പാടി കെസ് പാട്ടിൻ സ്വരമേളം. മുഞ്ചിലഞ്ചും പുഞ്ചിരി തുകണ പഞ്ചവർണ്ണ കിളിയാണിവള്. കഞ്ചകപ്പുമാരന്റെ നെഞ്ചിലെ കുഞ്ചിടും മുഞ്ചത്തി പെണ്ണുകള്. തങ്കത്തിന്റെ തിങ്കളൊളിവുള്ള പൂങ്കവിളോ നല്ല പൂങ്കമറ്. ഇഷ്ടപ്പെട്ട് മാരൻ കൊടുത്തല്ലോ പൂമണി മുത്തിന് പൊന്മഹറ്. വീട്ടിലെ നറുഭാഗ്യമായി വിരിഞ്ഞു വന്നവൾ. ഇഷ്ടക്കൂട്ടിലെ കിളിയായി കുറുകാൻ കൂടെയുണ്ടിവൾ. ഇന്നോളം നീ കണ്ട പൂങ്കനവക്കയും പൂത്തുലഞ്ഞൊരു നാള്. നാണമെന്റെ പെണ്ണെ പൂമണിമാരന്റെ ചാരത്തു ചേർന്നൊന്ന് നില്ല്. നിന്റെ തോഴ നെല്ലടിക്കില്ലേ പന്തലിലാകെ മുട്ടിപ്പാട്ടും കൊട്ടുതാളം. മംഗളൊപ്പന പാടി കെസ് പാട്ടിൻ സ്വരമേളം. മംഗല പന്തലിലാകെ മുട്ടിപ്പാട്ടും കൊട്ടുതാളം. മംഗളൊപ്പന പാടി കെസ് പാട്ടിൻ സ്വരമേളം. തൻസീക്ക, നമ്മള് മൊഞ്ചത്തിന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പെണ്ണുങ്ങളെ നോക്കല്ലേ? ഓളുടെ മൊഞ്ച് മുഖത്തിൽ മാത്രമൊന്നല്ല, കൽബിലുണ്ട് കേട്ടാ. ഓ, ഞമ്മളൊന്നും പറഞ്ഞില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരം മാത്രമല്ലല്ലോ, മാറി നിൽക്ക്. കാണുന്നേരം ഉള്ളിക്കുളിർക്കണ പുഞ്ചിരിയും നല്ല കൈമൊഴിയായി. മാരണത്ത് വഴണം മുത്തോളം ഇഷ്ടം ചൊരിയുന്ന പൂക്കിരിയായി. മന്ദഹാസ മധുപൊളിവുള്ള പൂത്തത് പോലെ നിന്റെ മുഖം. ചെല്ലത്താമരപ്പൂവിൻ ചന്തമുള്ളൊരു പൂങ്കവിളും. വെണ്ണിലാവിൻ വെണ്മ തൂകും സ്നേഹമുള്ളവൻ. നിന്നെ പൊന്നുപോലെ നോക്കും നിന്റെ പൂമണിമാരൻ. തങ്കക്കിനാക്കൾ വിരിഞ്ഞുള്ള രാവിലെ കിന്നാരമുണ്ടേറെ ചൊല്ലാൻ. നാണമെന്റെ പെണ്ണെ പൂമണിമാരന്റെ ചാരത്ത് ചേർന്നൊന്ന് നില്ല്. നിന്റെ തോഴനല്ലടിക്കില്ലേ മംഗല്യ പന്തലിലാകെ മുട്ടിപ്പാട്ടും കൊട്ടുതാളം. മംഗളൊപ്പന പാടി കെസ് പാട്ടിൻ സ്വരമേളം. മംഗല്യ പന്തലിലാകെ മുട്ടിപ്പാട്ടും കൊട്ടുതാളം. മംഗളൊപ്പന പാടി കെസ് പാട്ടിൻ സ്വരമേളം. മാറന്റെ ചേലൊന്ന് നോക്ക് നല്ല ബദറുൽ മുനീറ്. ചേലത്ത പെണ്ണിനെ കണ്ടോ ഇവൾ ഹുസ്നുൽ ജമാല്. മൊഞ്ചത്ത് പൈങ്കിളിയേ നിന്റെ മുത്തായ മാരനോട് തിരിക്കിന്നാരം ചൊല്ലിടും നേരം വന്നേ. സുന്ദരി പെൺകൊടിയേ ഏറെ മോഹിച്ച പൂമണിമാരൻ വന്നെത്തുന്ന മംഗല്യ നാളിതല്ലേ. ഞാൻ വന്നതിന്റെ കാര്യം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. എനിക്കോ എൻ്റെ മോൾക്കോ ഏതെങ്കിലും സംഭവിച്ച നീയും ഉണ്ടാവില്ല, നിന്റെ കുടുംബം ഉണ്ടാവില്ല. ഒരു കേസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ. രണ്ടാമതും ജയിലിൽ പോവാൻ, അതും എൻ്റെ മോൾക്ക് വേണ്ടിയാണെങ്കിൽ അതെനിക്ക് സന്തോഷമുള്ള കാര്യം. പ്ലീസ്, നിങ്ങൾ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ കേൾക്കാം. എൻ്റെ ഇക്കാക്കമാരും പെങ്ങളും ഇതറിയരുത്. ഞാൻ പറയുന്ന സ്ഥലത്ത്, ഞാൻ പറയുന്ന സമയത്ത് നീ എത്തണം. എത്തിയില്ലെങ്കിൽ എന്നെ അറിയാലോ. ആരുടെ പുറത്തുനിന്ന്? അത് നിച്ചുക്കാൻ്റെ നാളത്തെ ഹണിമൂൺ ട്രിപ്പിന് വേണ്ടി ക്യാഷ് വാങ്ങിക്കാൻ വന്നതാണ്. ഇതെന്താ പാട്ട് സ്റ്റോപ്പാക്കിയേ? പാട്ട് തുടങ്ങൂ. മുട്ടിപ്പാട്ടും കൊട്ടുതാളം. മംഗളൊപ്പന പാടി കെസ് പാട്ടിൻ സ്വരമേളം. പന്തലിലാകെ മുട്ടിപ്പാട്ടും കൊട്ടുതാളം. മംഗളൊപ്പന പാടി കെസ് പാട്ടിൻ സ്വരമേളം. പന്തലിലാകെ മുട്ടിപ്പാട്ടും കൊട്ടുതാളം. മംഗളൊപ്പന പാടി കെസ് പാട്ടിൻ സ്വരമേളം.
കുഞ്ഞനിയൻ്റെ മൊഞ്ചത്തിക്ക് എന്ത് സംഭവിച്ചു? ഈ കുടുംബത്തിലെ പുതിയ വിശേഷങ്ങൾക്ക് 1 വർഷം കൂടി കാത്തിരിക്കാം. അവളെ തീർത്തിണ്ടാ. വെൽ ഡൺ മൈ ബ്രോ, യു ഡൺ ഇറ്റ്. നിങ്ങൾ പറഞ്ഞ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം, ഒരു തെളിവ് പോലും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. കേരളത്തെ ഞെട്ടിച്ച കാർ ബോംബ് സ്ഫോടനത്തിൽ യുവതി കൊല്ലപ്പെട്ടു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. വിവാഹിതയായ 21 വയസ്സുകാരി സ്നേഹയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകമെന്ന് പോലീസ് നിഗമനം. മാളിയേക്കൽ തറവാട്ടിലെ ദുരൂഹ മരണങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷത്തിലേക്ക് മടങ്ങി വരികയാണ് ഈ കുടുംബം. അന്നും ഇന്നും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഏട്ടനാനിയന്മാർ. ഈ കുടുംബത്തിന്റെ കാവൽ വിളക്കായി മെഹറുനിസയും. ഭർത്താവ് ഗൾഫിലുള്ള കുഞ്ഞു പെങ്ങൾക്ക് ഇപ്പോഴും ആ കുട്ടിത്തരൊന്നും മാറിയിട്ടില്ല. അതുപോലെ ഏട്ടനാനിയന്മാർക്ക് പൊന്നോമനയാണ് ഈ കുഞ്ഞു പെങ്ങൾ. പക്ഷേ മാളിയേക്കൽ തറവാട്ടിൽ ന്യൂജൻ കുട്ടികളുടെ മുമ്പിൽ ഇവളുടെ ഒരു ഒന്നും ചെലവാകുകയില്ല. എത്ര പൈസയുടെ ക്രീമാന്നറിയോ? മരമാക്രന്റെ കെട്ടിയോ ഇത്താക്കുള്ളി പോയി മേക്കപ്പ് ചെയ്താ പോരെ? ഇത്തനെ പോലെ ഞാനും വിളിക്കട്ടെ. ഇത് താജിക്കയുടെ ഭാര്യയുടെ ഉപ്പയാണ്. മോള് മരിച്ചതിന് ശേഷവും ഈ ഉപ്പാക്ക് താജിക്ക ഇപ്പോഴും മകനെ പോലെ തന്നെയാണ്. മോനെ, ഞാൻ വന്നത് മോളുടെ കാര്യം പറയാനാണ്. ഈ മാസം 15-ാം തീയതി മോളുടെ കല്യാണമാണ്. നിങ്ങൾ കുടുംബസമേതം വരണം, വന്നിട്ട് ഉഷാറാക്കി തരണം. എൻ്റെ മൂത്ത മോള് പോയ പിന്നെ വീട്ടിലൊരു സന്തോഷം ഉണ്ടായിട്ടില്ല. ബാപ്പാ, ഈ കല്യാണം നമുക്ക് അടിച്ചു വിളിക്കാം. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, ഈ മോളുടെ കല്യാണം ഈ വീട്ടിൽ വെച്ച് നടത്തണമെന്ന്. അത് പൊളിക്കും. ആയിക്കോട്ടെ മോനെ. അന്ന് മോളുടെ കല്യാണ സമയത്തും അവൾക്ക് റൂഹാനിൻ്റെയും കണ്ണീറിൻ്റെയും പ്രശ്നമുണ്ടെന്ന് തൊണ്ടക്കാട് ഉസ്താദ് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും വിശ്വസിച്ചില്ല. എന്നിട്ട് എന്തായി? എൻ്റെ മോള് സ്വർഗത്തിൽ പോയി. അത് പിന്നെ നമ്മളെ സത്താറിന നാട്ടിലെ ഉസ്താദ് തൻസി നാളെ തന്നെ ഉസ്താദിനടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് വാ. എന്തേ ഉപ്പ, നിങ്ങൾ വിഷമിക്കണ്ട, കല്യാണം നമ്മൾ അടിച്ചു പൊളിക്കും. അവരോട് ചോദിച്ചാലോ? ഈ ഞൊണ്ടക്കാട് ഉസ്താദിന്റെ വീട് എവിടെയാ? സ്ട്രെയിറ്റ് പോയിട്ട് 2ാമത്തെ വീട്. ഇൽമാലുഹ തുൽമാലുഹ ഞണ്ടങ്കാലിയ, ഓതിയിട്ടും പറഞ്ഞിട്ടും ഞണ്ടങ്കാലിയ, ഉഫ്കുത്ത് ദുസ്കുത്ത് തമ്പാലുഹ. തൻസീറല്ലേ? ഏട്ടൻ താജുവിൻ്റെ വൈഫ് മരണപ്പെട്ടിട്ടുണ്ടല്ലേ? കുടുംബത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട്. പുറത്ത് ചിരിയാണെങ്കിലും ഉള്ളി ഭയങ്കര സങ്കടം. എല്ലാ പ്രശ്നങ്ങളും ഈ ഞൊണ്ടങ്കാലി തങ്ങൾ റെഡിയാക്കി തരും. ഉസ്താദേ, കല്യാണ പെണ്ണിന് റൂഹാനിൻ്റെയും ഷെയ്ത്താൻ്റെയും പ്രശ്നമുണ്ട്. ഒരു പേടിയും വേണ്ട, ഷെയ്ത്താൻ പോയിട്ട് ഓളെ മേളിലൊരു വീരപ്പൻ വരെ കയറൂല. വീരപ്പൻ അതിന് മരിച്ചില്ല ഉസ്താദേ. ഒന്നും ഉണ്ടാണിക്കടയും മാറാൻ എന്നോടറിയിലും പറഞ്ഞു. ഇതിൽ ആ സുലൈഖയുടെ ആത്മാവുണ്ട്. ആ ഹുസൈനോട് വിളിച്ചിട്ട് പറയാം, ഓളിഞ്ഞൊന്നും മുണ്ടില്ല. പിന്നെ നിങ്ങളെ കാര്യത്തിൽ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ട്. ഒരു 10,100 അടിച്ചിട്ട് പോയിക്കോളെ. കല്യാണമൊക്കെ ഉഷാറായിട്ട് കിടക്കും. ജൽഷു, ആ പൈസ ഒന്ന് കൊടുത്തേ.
കുഞ്ഞാനെ അപ്പോൾ ഓക്കെ ഉസ്താദെ, അപ്പോൾ കല്യാണത്തിന് എന്തായാലും വരണം. കല്യാണത്തിന് വരിക മാത്രമല്ല, ഓളെ ചെയ്ത്താനും കുപ്പിയിലാക്കിയിട്ട് ഞാനാണ്ട് വരും. ഒക്കെ ഉഷാറാവും. മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള്. കൊട്ടും പാട്ടും മേളമോടെ വെട്ടമിന്നിതാ, മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ. ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ, ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ. സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത അസ്സലാമലൈക്കും. ഈ മാളിയൊക്കെ തറവാടറിയോ? ആ എന്തേ? അവരെ കുടുംബത്തിൽ എന്താണൊക്കെ പ്രശ്നം ഉണ്ടെന്നല്ലേ? അവിടെ ആകെ പ്രശ്നം. 2-3 ആൾക്കാർ അവിടെ മരിച്ചിട്ടുണ്ട്. താജുക്കാട് പെണ്ണ് മരിച്ചിന്, പിന്നെ ആരോടൊപ്പം മരിച്ചത് അവിടെ. ആകെ മൊത്തം പ്രശ്നത്തിലാണ്. പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഏതോ ഉസ്താദിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്ന കേട്ട് അല്ലേ? വെള്ളിനിലാവ് പൊന്നിൻ കിനാവ് പെണ്ണേ നീയൊരു പൂവ്, പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയെ വിരിക്കല്. തട്ടമിട്ട ഹൂറിമാര് തൊട്ടടുത്തിതാ, തൊട്ടുരുമ്മി ചാര നിന്റെ ചക്കനിന്നിതാ. മിന്നി മാഞ്ഞിതാ നിന്റെ പൂമുഖത്തെടി, മെല്ലെ കൊഞ്ചി വന്നത് മുഹബത്താണടി. ഞാനേ അവിടെയാണ് കാര്യം സാധിച്ചത്. ഇന്നത്തേക്ക് 5 കൊല്ലായി ഞാൻ നിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. അല്ല നമുക്ക് ഇഷ്ടമാണെങ്കിലൊന്ന് പറഞ്ഞൂടെ? എന്തൊരു ചാടാ. എനിക്ക് നിങ്ങളെ ഇഷ്ടമൊക്കെ തന്നെയാ. നിങ്ങൾ ആദ്യം ഈ കൊട്ടേഷൻ പണിയും കാലൊടിക്കലൊക്കെ നിർത്ത്, എന്നിട്ട് എൻ്റെ ഉപ്പാട് വന്ന് ചോദിക്കും. ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ കാര്യമായിട്ട് ഏറ്റെടുത്തൊരു കൊട്ടേഷൻ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞ്. പിന്നില്ല. എന്താ പോരെ? ിടും പൊന്നിൻ ചൊങ്കില് പെണ്ണ് മുഞ്ചത്തിയായി ചമഞ്ഞിതാ, കവിളിൽ പുട്ടനാ
നാണനുണക്കുഴി തെളിഞ്ഞിതാ പട്ടുമെത്ത കൊണ്ടലങ്കരിച്ച മണിയറ കൊട്ടിയടച്ചിട്ട് പുൽകിടുന്ന കലവറ ഹുസ്നുൽ ജമാലിനൊത്ത ബദറിൽ മുനീറ് മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത മിഥുനങ്ങൾക്കിതാ മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മുൻപിൽ ഇന്ന് മംഗളനാള് എവിടെയാണ് നിന്റെ പുന്നാർ അനുജൻ? സ്നേഹ കൊലപാതകം പ്രതി തൻസീർ. കാർ ബോംബ് സ്ഫോടനത്തിൽ യുവതി കൊല്ലപ്പെട്ടു. കൊലപാതകമെന്ന് പോലീസ് നിഗമനം. അറിഞ്ഞില്ലേ ഈ പുന്നാരേട്ടൻ? വിളിക്കട പുന്നാര മോനെ. എന്താടാ ഞാൻ ഈ കേൾക്കുന്നത്? ഇവരീ പറയുന്നത് സത്യമാണോ? നീ എന്തൊന്നും ഉണ്ടാത്ത പറയടാ, പറയാ. ഇങ്ങനെയൊക്കെ ഒരിക്കൽ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സ്നേഹയുടെ കള്ളത്തരങ്ങൾ എനിക്കും തൻസിക്കാക്കും അറിയാമായിരുന്നു. പക്ഷെ നിങ്ങളുടെ മുന്നിലും സ്നേഹയുടെ മുന്നിലും അഭിനയിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. താജുക്കയുടെ വൈഫിനെ കൊലപ്പെടുത്തിയത് സ്നേഹയുടെ ബുദ്ധിയായിരുന്നു. മാളിയേക്കൽ തറവാടിനെ നശിപ്പിക്കാൻ സ്നേഹയെ ഫാത്തിമയായി സ്നേഹയുടെ അച്ഛൻ തന്നെയാണ് ഈ കുടുംബത്തിലേക്ക് വിട്ടത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാണെന്ന് തൻസിക്ക പറയുന്നുണ്ടായിരുന്നു. സ്നേഹ തൻസിക്കയെയും ഞങ്ങളുടെ കുടുംബത്തെയും വഞ്ചിക്കുകയായിരുന്നു. 6 മാസം മുൻപ് തെളിവുകളെല്ലാം ശേഖരിച്ച് തൻസിക്ക സ്നേഹയോട് ചോദിക്കാനിരുന്ന ദിവസമായിരുന്നു സ്നേഹ കൊലപ്പെടുന്നത്. പക്ഷെ സ്നേഹയെ കൊലപ്പെടുത്തിയത് തൻസിക്കയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ചെയ്യാൻ തൻസിക്കക്ക് കഴിയില്ല. കൊന്നതാരാണെന്ന് എനിക്കും അറിയില്ല.